പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ ജനനത്തെക്കുറിച്ച് അധികമൊന്നും നമുക്ക് ബൈബിളിൽ നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. മറിയത്തിൻ്റെ ജനനവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിവരണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് പാരമ്പര്യമായിട്ടുള്ള ലഭിച്ച അറിവുകളും അതോടൊപ്പം തന്നെ ലേഖനങ്ങളിലൂടെയൊക്കെയാണ്. മറിയത്തിൻ്റെ അപ്പൻ ജോവാക്കീമും അന്നയും അവർക്ക് കാലങ്ങളായിട്ട് കുട്ടികളില്ലായിരുന്നു. മക്കളില്ലാതെ ഇരുന്ന ദമ്പതികളായിരുന്നു ജോവാക്കീമും അന്നയും. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്ക് ലഭിച്ച ഏക മകളാണ് മറിയം. മറിയത്തിനെ ലഭിക്കുന്നതിന് മുമ്പ് അവർ മക്കളില്ലാത്ത ഒരവസ്ഥയിൽ കഴിയുന്ന സമയങ്ങളിലെല്ലാം അവർക്ക് വളരെയേറെ അവരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ സമൂഹത്തിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും മക്കളില്ലാത്തവരെ പറയുന്നത് പോലെ തന്നെ അന്നും അവർക്കൊരു ദൈവാനുഗ്രഹ കുറവ് കൊണ്ടാണ് മക്കളില്ലാത്തതെന്നൊക്കെ അവരോട് പറയുമായിരുന്നു. അപ്പോൾ ഈ ഒരു വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ നേരിട്ട് തുടങ്ങി അവരുടെ മനസ്സിനെ ഒരുപാട് അവരെ ബാധിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അന്നയും യോവാക്കീമും കൂടെ ഒരുമിച്ച് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടും ദൈവഹിതം അവരുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് തുടങ്ങി. അവർ മരുഭൂമിയിൽ പോയി തപസ് അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അതിൻ്റെ ആ സമയത്ത് അവർ ആ പ്രാർത്ഥനയുടെ ഫലമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മാലാഖ വന്ന് അവർക്കൊരു ശിശുവിനെ ലഭിക്കുമെന്നുള്ളൊരു വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് മറിയത്തിനെ അവർക്ക് ദൈവം നൽകുന്നത്. മറിയം ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു യഹൂദ സ്ത്രീയായിരുന്നു. ഈ കുഞ്ഞ് ഏറ്റവും വിശുദ്ധിയോടുകൂടി ഏറ്റവും ജന്മപാപം ഇല്ലാതെ ഉത്ഭവിച്ചവളാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന പാരമ്പര്യമായിട്ടും അല്ലാതെ നമുക്ക് മറിയത്തെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കുന്നത്. ജ്ഞാനത്താൽ നിറഞ്ഞവൾ, അവളുടെ അമ്മ അന്ന തന്നെ ജ്ഞാനത്താൽ നിറയുവാനായിട്ടും ഏറ്റവും പ്രാർത്ഥനയോടു കൂടിയും ഒരുക്കത്തോടും കൂടിയും സ്വീകരിച്ച ഒരു കുഞ്ഞായിരുന്നു മറിയം. അവരുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അവർക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ തന്നെ അമ്മയായ മറിയത്തെയാണ്. മറിയത്തിനെ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവളെ ഉദരത്തിൽ വഹിക്കുന്ന സമയങ്ങളിൽ അന്നയും യോവാക്കീമും കൂടെ ഇങ്ങനെ തീരുമാനിക്കുകയുണ്ടായി. കാര്യം ദൈവം നൽകിയ ഈ മകളെ തങ്ങൾ ദൈവത്തിന് തന്നെ സമർപ്പിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു തീരുമാനം അവർ ഒരുമിച്ച് എടുക്കുകയാണ്. അതിനുശേഷമാണ് മറിയത്തിൻ്റെ ജനനം. മറിയത്തിൻ്റെ ജനനവുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പ്രകൃതിയിൽ തന്നെ. അപ്പോൾ അതിൽ ഏറ്റവും മനോഹരമായൊരു കാര്യം സംഭവിച്ചതാണ് മറിയത്തിൻ്റെ ജനനസമയത്ത് ആകാശത്ത് ഒരു മഴവില്ല് തെളിഞ്ഞു എന്ന്, അർദ്ധവൃത്ത ആകൃതിയിൽ ഒരു മഴവില്ല് ആകാശത്ത് തെളിയുകയുണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ മറിയത്തിൻ്റെ ജനനം ദൈവനിശ്ചയപ്രകാരം നടന്നതായിരുന്നു എന്ന് നമുക്ക് കൂടുതൽ വായിക്കുമ്പോഴൊക്കെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അങ്ങനെ മറിയം ജനിച്ച ശേഷം കൂടുതൽ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഒക്കെയാണ് മറിയം വളർന്നു വന്നത്. 3 വയസ്സ് പ്രായമായപ്പോൾ മാതാപിതാക്കൾ അവളെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് സമർപ്പിച്ചു. നമ്മൾ നേരത്തെ കണ്ടു, അവർ തീരുമാനിച്ചതായിരുന്നു കുഞ്ഞിനെ ദൈവത്തിന് തന്നെ സമർപ്പിക്കുമെന്ന്. അപ്പോൾ യഹൂദരായ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട കുട്ടികൾ ദേവാലയത്തിൽ ചെന്ന് അവരുടെ ആ ഒരു സമർപ്പണ ശേഷം പിന്നീട് അവർ കഴിഞ്ഞു കൂടുന്നത് ദേവാലയത്തിലായിരിക്കും. അവിടെ ആയിരിക്കും പ്രാർത്ഥനയും പഠനവുമൊക്കെ ആയിട്ട് അവർ പിന്നീടുള്ള കാലഘട്ടം കഴിഞ്ഞുകൂടുക. അങ്ങനെ മറിയത്തിൻ്റെ 3 വയസ്സ് പ്രായമായപ്പോൾ അന്നയും യോവാക്കീമും കൂടെ മറിയത്തിനെ ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ്. ഏറ്റവും കുഞ്ഞിനെ പിരിയുന്നതിൻ്റെ ഒരു വിഷമം ഉള്ളിലുണ്ട് എങ്കിലും തൻ്റെ മകൾ ദൈവത്തിൻ്റെതായി വളരണം എന്നുള്ള ഒരു തീക്ഷ്ണമായ ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ തുടർന്നുള്ള ജീവിതം മറിയം ദേവാലയത്തിൽ തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത്. പിന്നീട് മറിയത്തിന് 12 വയസ്സ് പ്രായമാകുമ്പോൾ പുരോഹിതൻ അവൾക്ക് വിവാഹാലോചനകൾ നടക്കേണ്ട സമയമായി. അങ്ങനെ അവളെ
അവളുടെ വിവാഹാലോചനകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അപ്പോൾ യഹൂദ നിയമപ്രകാരം, യഹൂദ രീതി അനുസരിച്ച് യുവതികൾക്ക് അവരുടെ ഒരു പ്രായപൂർത്തി എന്ന് പറയുന്ന ഒരു 12 വയസ്സ് പ്രായം ആണ് എന്നാണ് പറയപ്പെടുക. അപ്പോൾ മറിയത്തിൻ്റെ ഈ ഒരു 12 വയസ്സിന് ശേഷമാണ് മറിയത്തിന് വേണ്ടിയിട്ടുള്ള വിവാഹാലോചനകളൊക്കെ നടക്കുന്നത്. അപ്പോൾ മറിയം കന്യാവ്രതം സ്വീകരിച്ചതായിരുന്നു. ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട ആ ഒരു അവസരത്തിൽ തന്നെ മറിയം കന്യാവ്രതം സ്വീകരിച്ചിരുന്നു. അപ്പോൾ വിവാഹാലോചനകൾ നടക്കേണ്ട സമയവുമായി. അങ്ങനെ ഈ സമയത്തൊരു ആശയക്കുഴപ്പം ഉണ്ടായി. എങ്ങനെ ഈ ഒരു വിവാഹാലോചന എങ്ങനെ നടത്തും, അല്ലെങ്കിൽ തനിക്ക് ചേർന്ന പങ്കാളിയെ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളൊരു ആശയക്കുഴപ്പം ആ സമയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. പുരോഹിതനോട് ആവശ്യപ്പെടുകയാണ്, അതായത് ആ നാട്ടിലുള്ള എല്ലാവരും മറിയത്തിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർ കൊണ്ടുവരുന്ന വടി, ഒരു വടിയുമായി അവർ വരിക. അവർ കൊണ്ടുവരുന്ന വടി ബലിപീഠത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം അത് അവർക്ക് തിരികെ നൽകുമ്പോൾ ഒരു അടയാളം ദൈവം നൽകുമെന്ന് പുരോഹിതന് ദൈവം വെളിപാട് നൽകുകയാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവനുസരിച്ച്, ആ ഒരു സന്ദേശം അനുസരിച്ച് മറിയത്തിൻ്റെ വിവാഹാലോചനയെക്കുറിച്ചുള്ള ഒരു അറിയിപ്പ് ആ നാട്ടിലേക്ക് അറിയിക്കുകയാണ്. അപ്പോൾ മറിയത്തിനെ ഒരുവിധം എല്ലാവർക്കും അറിയാം. കാര്യം ഏറ്റവും വിശുദ്ധിയും ദൈവഭക്തിയും ഒക്കെ ഉള്ള യുവതിയെ സ്വീകരിക്കാനായിട്ട് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ആ നാട്ടിലുള്ള പുരുഷന്മാർ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ അവർ ഒരു കയ്യിലൊരു വടിയുമായിട്ട് കടന്നു വരികയും പുരോഹിതൻ ഇത് വാങ്ങി ബലിപീഠത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അതിനുശേഷം തിരികെ അത് അവരവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ തിരിച്ച് ഈ ഒരു വടി നൽകിയ സമയത്ത് യൗസപിതാവിന്, വിശുദ്ധ ജോസഫിന് നൽകിയ വടിയിൽ അത് പുഷ്പിച്ചിരുന്നു, അതിൽ പൂക്കൾ വന്നിരുന്നു എന്നാണ് പറയുക. അപ്പോൾ ഇതായിരുന്നു ദൈവം നൽകിയ അടയാളം. അങ്ങനെയാണ് മറിയത്തിൻ്റെ വിവാഹ നിശ്ചയം ജോസഫുമായിട്ട് നടക്കുന്നത്. അങ്ങനെ ജോസഫും തികഞ്ഞ ദൈവഭക്തിയിൽ വളർന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മറിയം ഇതുപോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തിലാണ് മറിയം പ്രാർത്ഥനയിലായിരിക്കുന്ന അവസരത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെടുകയും മറിയത്തിനോട് ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി എന്ന് അഭിവാദനം ചെയ്ത ശേഷം അവൾ ഒരു പുത്രനെ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞ് മറിയത്തിനോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു അഭിവാദനം കേട്ട ശേഷം, ഈ ഒരു സന്ദേശം കേട്ട ഗബ്രിയേൽ മാലാഖയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഗബ്രിയേൽ മാലാഖയുടെ ഈ ഒരു സന്ദേശം കേട്ട ശേഷം മറിയത്തിന് തന്നെ ഒരു മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. മറിയം ദൂതനോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. നമ്മൾ കണ്ടു, മറിയം കന്യാവ്രതം സ്വീകരിച്ച ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായും മറിയം ആ ഒരു സംശയം മറിയം അപ്പോൾ തന്നെ ദൂതനോട് ചോദിക്കുന്നു. ദൂതൻ പറയും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നീ ഗർഭം ധരിക്കുന്ന ശിശുവിന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞ് മറിയത്തിനോട് പറയുകയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ രക്ഷകനായിട്ട് ദൈവം നൽകുന്ന യേശുവിനെ ഗർഭം ധരിക്കുവാനുള്ള ആ ഒരു വലിയ ഭാഗ്യം ദൂതൻ മറിയത്തിനെ അറിയിക്കുന്നു. അപ്പോൾ ആ നിമിഷം ഒരുപക്ഷെ മറിയത്തിന് വേണമെങ്കിൽ വിവാഹ നിശ്ചയമായിരിക്കുന്ന കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് താൻ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് സമൂഹത്തിൽ അറിഞ്ഞു കഴിഞ്ഞെന്നാൽ തനിക്കുണ്ടാവുന്ന ആ ഒരു നാണക്കേട് പേടിച്ച് മറിയത്തിന് ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറാമായിരുന്നു. ദൂതനോട് യെസ് പറയാതെ അതിൽ നിന്ന് പിന്മാറി തൻ്റെ ഒരു തീരുമാനം നോ പറഞ്ഞ് അതിൽ നിന്ന് മാറാമായിരുന്നു. പക്ഷേ ദൈവം എന്താണ് തൻ്റെ ജീവിതത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് കണ്ണുമടച്ച് ഏറ്റവും ബ്ലൈൻഡായിട്ട് അത് വിശ്വസിച്ചുകൊണ്ട് അതിന് യെസ് പറയാനുള്ള ഒരു ധൈര്യം മറിയം വന്ന് കാണിച്ചു. അങ്ങനെ ദൂതനോട് യെസ് പറഞ്ഞുകൊണ്ട് ആ ഒരു തീരുമാനത്തിന് ഓക്കെ പറയുകയാണ്. ആ തീരുമാനം അക്സെപ്റ്റ് ചെയ്യുകയാണ് മറിയം സന്തോഷപൂർവ്വം. പിന്നീട് ഈ ഒരു വാർത്ത ജോസഫിൻ്റെ ചെവിയിലെത്തുകയാണ്. നമുക്കറിയാം, സ്വാഭാവികമായും ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം, ആൾ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് കേട്ടെന്നാൽ സ്വാഭാവികമായും വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ ആളെ ഉപേക്ഷിച്ചിട്ട് പോവുക എന്നുള്ളതാണ് നടക്കാൻ സാധ്യതയുള്ളത്.
അപ്പോൾ ജോസഫ് ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ ജോസഫിന് വളരെയധികം വിഷമം വരുന്നുണ്ട്. അങ്ങനെ ജോസഫ് രഹസ്യമായിട്ട് മറിയത്തിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ മറിയത്തിനൊരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ ഇത് സമൂഹത്തിൽ അറിഞ്ഞു കഴിഞ്ഞെന്നാൽ അവളെ ഒരുപക്ഷെ കല്ലെറിഞ്ഞ് കൊല്ലുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മറിയത്തിന് സംഭവിക്കാനായിട്ട് ജോസഫ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാര്യം ജോസഫ് അത്രമാത്രം മറിയത്തിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോസഫ് അങ്ങനെ ഒരു നീതിമാനായൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ജോസഫ് രഹസ്യമായിട്ട് മറിയത്തിനെ ഉപേക്ഷിക്കുവാനായി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ഒരു തീരുമാനമെടുത്ത ശേഷം ആ ദിവസങ്ങളിൽ ഉറങ്ങുമ്പോഴാണ് ജോസഫിന് സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് അറിയിക്കുന്നത്, ജോസഫ്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാനായിട്ട് ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആണ് എന്ന് ദൂതൻ ജോസഫിനോട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഈ സ്വപ്നത്തിലാണ് ജോസഫിന് കൂടുതലും ദൈവിക സന്ദേശങ്ങളൊക്കെ ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് നല്ല സ്വപ്നം കാണുവാനൊക്കെ ആയിട്ട്, ഉറങ്ങുമ്പോൾ നല്ല സ്വപ്നം കാണുവാനായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുള്ളത്. അങ്ങനെ ദൂതൻ ജോസഫിന് നൽകിയ ഒരു സന്ദേശം അനുസരിച്ച് ജോസഫ് തുടർന്ന് മറിയത്തെ ഭാര്യയായി തന്നോടൊപ്പം ചേർക്കുകയാണ്. മറിയം തുടർന്ന് അവർ ഒരുമിച്ചുള്ള യാത്രയാണ് നമുക്ക് പിന്നെ കാണുവാനായിട്ട് സാധിക്കുക. അങ്ങനെ മറിയം ഗർഭവതിയായിരിക്കുന്ന അവസ്ഥയിലാണ് പിന്നീട് ശിശുവിനെ അവരുടെ പേര് എഴുതിക്കാനായിട്ട് ബത്ലഹേമിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യം അവർക്ക് വരുന്നത്. അപ്പോൾ മറിയത്തെയുമായിട്ട് പൂർണ്ണ ഗർഭിണിയായ ഭാര്യയുമായി ജോസഫ് പിന്നീട് യാത്രയാവുകയാണ്. അപ്പോൾ അവരുടെ ഈ യാത്ര പിന്നീട് ബത്ലഹേമിൽ പേര് എഴുതിക്കണം. അതിനു വേണ്ടിയിട്ടൊരു ദീർഘമായൊരു യാത്രയാണ് അവരന്ന് നടത്തുന്നത്. നമ്മൾക്ക് അറിയാം മറിയം പൂർണ്ണ ഗർഭിണിയാണ്. പക്ഷേ എവിടെ ഈ കുഞ്ഞിന് ജന്മം നൽകണം, ഏത് സ്ഥലത്താണ് പോകേണ്ടത് ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും അവർക്ക് നിശ്ചയമില്ല. നമ്മൾ കണ്ട ഒരു ദൂതനാണ്, ഒരു ദൈവദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടാണ് മറിയത്തിനോട് പറയുന്നത് യേശുവിനെ ഗർഭം ധരിക്കുന്ന കാര്യം, എല്ലാ സന്ദേശങ്ങളും നൽകി. പക്ഷേ മുന്നോട്ട് നോക്കുമ്പോൾ എവിടെയാണ് കുഞ്ഞിന് ജന്മം നൽകേണ്ടതെന്നോ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസും മറിയത്തിൻ്റെ മുമ്പിലില്ല. അപ്പോൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. ആ യാത്രയിൽ വെച്ചാണ് പിന്നീട് അവരവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്ക് പ്രസവ സമയം അടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന സത്രങ്ങൾ തോറും കയറിയിറങ്ങി, ഭവനങ്ങൾ തോറും കയറിയിറങ്ങി ഒരിടത്തിനായിട്ട് ജോസഫും മറിയവും തേടി നടക്കുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, എന്തുകൊണ്ട് അവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തില്ല എന്നുള്ളത്. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ ചിലപ്പോൾ ദൈവം നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും, ഇന്ന വഴി നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന്. പക്ഷേ അതിനുശേഷം നമ്മൾക്ക് ചിലപ്പോൾ ഒരു പകുതി വഴി ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയില്ല അടുത്തത് എന്താണ്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ അറിയാത്ത സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടാകും. പരിശുദ്ധ കന്യാമറിയത്തിനും യൗസേപ്പിതാവിനും ഇതുപോലെ തന്നെ ഉണ്ടായ ഒരു അവസരമാണ്. അപ്പോൾ നമുക്കും ചിന്തിക്കുക, എന്തുകൊണ്ട് അവർക്ക് ആ ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ട ആ ഒരു ഇടം ദൈവം നേരത്തെ കാണിച്ചു കൊടുത്തില്ല എന്നുള്ളത്. പക്ഷേ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയും അവസാനം ഒരു കാലിത്തൊഴുത്താണ് അവർക്ക് യേശുവിന് ജന്മം നൽകുവാനായിട്ട് മറിയത്തിന് ലഭിക്കുന്നത്. ആ കാലിത്തൊഴുത്തിൽ ഏറ്റവും എളിയ ലോകത്തിൻ്റെ രക്ഷകനായിട്ട് കടന്നു വന്ന ആ ഒരു ശിശുവിന് ജന്മം നൽകുവാനായിട്ടുള്ള ആ ഒരു എളിമയും വിധേയത്വവും ഒക്കെ മറിയത്തിന് അന്നുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിന് ജന്മം നൽകുകയും തുടർന്ന് നടന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നതും ദൂതന്മാർ ആട്ടിടന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും രാജാക്കന്മാർക്ക് നക്ഷത്രം വഴികാട്ടിയായിട്ട് 3 രാജാക്കന്മാർ ആ കാലിത്തൊഴുത്തിലെത്തുന്നതും എല്ലാം. അതുപോലെ തന്നെ ഹെറോദേസിനും അറിയിപ്പ് ലഭിക്കുകയാണ്, അതായത് ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനെ തുടർന്ന് യേശുവിൻ്റെ ജനനശേഷം ആ നാട്ടിലെ എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരെയും ഹെറോദേസ് കൊല്ലുവാനായിട്ട് ആജ്ഞ പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ സമയത്താണ് വീണ്ടും ദൂതൻ ഔസേപ്പിതാവിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ വീണ്ടും ഈ ഒരു പ്രസവശേഷം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അവർക്ക് കുഞ്ഞിനെയുമായിട്ട് ഈജിപ്തിലേക്ക് ഒരു വളരെ കഠിനമായൊരു യാത്രയാണ് അവർ നടത്തുന്നത്. പക്ഷേ ആ സമയത്തും എല്ലാം ദൈവം എന്ത് തീരുമാനിക്കുന്നു അതിന് പൂർണ്ണമായും കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഒരു പ്രത്യാശയോട് കൂടിയുള്ള ഒരു
യാത്രയായിരുന്നു ആയിരുന്നു അവർ നടത്തിയിരുന്നത്. യൗസേപ്പ് പിതാവും മാതാവും ഏറ്റവും പരിശുദ്ധമായൊരു ജീവിതം തന്നെയാണ് അവർ നയിച്ചിരുന്നത്. പിന്നീട് ഈശോ വളർന്നു വരുമ്പോൾ, ഔസേപ്പ് പിതാവ് ഒരു മരപ്പണിക്കാരനായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈശോ വളർന്നു വരുമ്പോഴെല്ലാം ഔസേപ്പ് പിതാവിനോടൊപ്പം തന്നെ ആ ഒരു മരപ്പണിയിൽ സഹായിച്ചുകൊണ്ട് തന്നെയാണ് ഈശോയും വളർന്നു വരുന്നത്. അപ്പോൾ ഈശോൻ്റെ ആ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ മരപ്പണിയായിരുന്നു. ഹി വാസ് എ കാർപ്പൻ്റർ എന്ന് നമുക്കറിയാം. അപ്പോൾ യേശുവിനെ അതുപോലെ തന്നെ യേശുവിനെ ഏറ്റവും വിശുദ്ധിയിൽ വളർത്തുന്നതിന്, പ്രാർത്ഥനാ ജീവിതത്തിൽ എല്ലാം യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ തൻ്റെ ജനനം മുതൽ മരണം വരെ യേശുവിനെ അനുയാത്ര ചെയ്തത് പരിശുദ്ധ കന്യാമറിയം തന്നെയായിരുന്നു. മാതാവിൻ്റെ ആ ഒരു സാന്നിധ്യവും എത്രത്തോളം യേശുവിൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് തുടർന്ന് ആ ഒരു ജീവിതം നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു 30 വർഷത്തോളം പുറത്ത് അറിയപ്പെടാതെ മാതാവിൻ്റെയും ഔസേപ്പ് പിതാവിൻ്റെയും ശിക്ഷണത്തിലാണ് വളരുന്നത്. മാതാവ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 30ാമത്തെ വയസ്സിൽ യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന സമയത്താണ്. ആ സമയത്ത് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് കാനായിലെ വിവാഹ വിരുന്നിലെ അത്ഭുതമാണ്. അവിടെ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് നടത്തിയ അത്ഭുതം. അപ്പോൾ ആ ഒരു അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു ഇടപെടൽ. കാര്യം കാനായിലെ ആ വിവാഹ വിരുന്നിൽ വെച്ച് നല്ല വീഞ്ഞ് അവർ വീഞ്ഞ് കൊടുത്തിരുന്നു. ആ വീഞ്ഞ് മുഴുവൻ തീർന്നു പോയി. അപ്പോൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച് വീഞ്ഞ് തീരുക എന്ന് പറയുന്നത് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ആ കുടുംബത്തിൽ ഏറ്റവും അപമാനകരമാണ് വീഞ്ഞ് തീരുക എന്നുള്ളത്. പരിശുദ്ധ കന്യാമറിയമാണ് ഈ ഒരു കാര്യം കണ്ടെത്തുന്നത്. ആ ഒരു കുടുംബത്തിലെ ഒരു കുറവ്, അവരുടെ ഒരു ആവശ്യം, ഏറ്റവും അർജൻറ്റായിട്ടുള്ള ഒരു ആവശ്യം എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് യേശുവിനോട് പെട്ടെന്ന് അവിടെ ഇടപെടാനായിട്ട് ആവശ്യപ്പെടുന്നത് പരിശുദ്ധ കന്യാമറിയമാണ്. അപ്പോൾ യേശു അത് പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, നമ്മൾക്ക് എന്ത് എന്ന് പറഞ്ഞ് യേശു ചോദിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയമാണ് യേശുവിനോട് പറയുന്നത് മുന്നിട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് പരിചാരകരോട് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞ് അവരോട് ആവശ്യപ്പെടുകയും തുടർന്ന് യേശു അവർ നിറച്ച ആ ഒരു വെള്ളം നിറച്ച ഭരണികളിൽ ആശീർവദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ആ വീഞ്ഞ്, മേൽത്തരം വീഞ്ഞ് അവിടെ പെട്ടെന്ന് അത്ഭുതകരമായി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ നമ്മൾ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലായിരിക്കാം, മോശമായ അവസ്ഥയിലായിരിക്കാം. ആ സമയങ്ങളിലെല്ലാം യേശുവിൻ്റെ ഒരു കരസ്പർശനത്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഒരു ലെവലിൽ കൂടെ ഉയരണമെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ ഒരു സാന്നിധ്യവും മാധ്യസ്ഥവും ഒക്കെ നമുക്ക് ഏറെ സഹായകരമായിരിക്കും. തുടർന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതം നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിനോടൊപ്പം കുരിശ് മരണം വരെയും മറിയം അനുയാത്ര ചെയ്തിരുന്നു എന്നുള്ളത്. ആ കുരിശുമരണ സമയത്ത് യേശു തൻ്റെ ശിഷ്യനായ യോഹന്നാനെയാണ് പരിശുദ്ധ കന്യാമറിയത്തെ, തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെ ഏൽപ്പിക്കുന്നത്. നമ്മൾക്കും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും അമ്മയായി തന്നെ ഈശോ നൽകുന്നത് മറിയത്തെയാണ്. നമ്മൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുവാനായിട്ട്, മധ്യസ്ഥം യാചിക്കുവാനായിട്ട് യേശു നമ്മൾക്ക് ചൂണ്ടിക്കാണിച്ച് നൽകുന്ന വ്യക്തി പരിശുദ്ധ കന്യാമറിയമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മൾക്ക് ലഭിക്കുവാനായിട്ട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മൾക്ക് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധ കന്യാമറിയം എത്രത്തോളം യേശുവിൻ്റെ മരണശേഷവും ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് പെന്തക്കോസ്ത ദിനത്തിലെ അനുഭവം, ശിഷ്യന്മാരെ ഒരുമിച്ച് കൂടി സെഹിയോൻ ഊട്ടുശാലയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്നത്. ഏറ്റവും കൂടുതൽ അവർ അഭിഷേകം പ്രാപിച്ചതും പുറത്തിറങ്ങി ധൈര്യപൂർവ്വം സുവിശേഷം പ്രസംഗിച്ചതും എല്ലാം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യവും മാധ്യസ്ഥവും അവരോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. മറിയത്തിൻ്റെ മരണത്തെക്കുറിച്ച് വിവിധ
തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ തിരുസഭ അംഗീകരിക്കുന്ന ഒരു പാരമ്പര്യം ഇതാണ്. അതായത് മറിയം ഒരു തൻ്റെ ഈ ലോകത്തിലുള്ള തൻ്റെ നാളുകൾ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായ ഒരു മരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗാഠനിദ്രയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ആ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും അവിടെ മറിയത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ മറിയത്തിൻ്റെ മരണശേഷം അല്ലെങ്കിൽ അതിനുശേഷം മറിയത്തെ ഒരു കബറിൽ അടക്കി. പക്ഷേ അന്ന് ആ ശിഷ്യന്മാരോടൊപ്പം വിശുദ്ധ തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തോമാസ് ലീഹ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം വിദൂരത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ദർശനത്തിൽ മറിയത്തിൻ്റെ മരണത്തെക്കുറിച്ച് അറിയുകയും അവിടേക്ക് തിരിച്ച് മരണം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കബറിടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തോമസിൻ്റെ സാന്നിധ്യത്തിൽ ഈ കബറ് തുറന്ന് കാണണം എന്ന് തോമസ് ആവശ്യപ്പെടുകയും അങ്ങനെ അവർ ആ കബറിടം തുറന്നപ്പോൾ അത് ശൂന്യമായി കിടക്കുന്നതായി കാണുകയും ചെയ്യുന്നു. ആ സമയത്ത് അവിടെ ഒരു പ്രത്യേക സ്വർഗീയ സംഗീതം അവർ കേൾക്കുകയും ഒരു സുഗന്ധം അവിടെ പരക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ മറിയം ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വിശ്വാസം. 1950 പിയൂസ് 12 മാർപ്പാപ്പ മറിയത്തിൻ്റെ സ്വർഗാരോഹണം ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതം നമ്മൾക്ക് ഏറ്റവും നമ്മളെ സ്വാധീനിക്കുന്ന ഒന്നാണ്. എത്രത്തോളം യേശുവിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ കന്യാമറിയം സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇതുപോലെ നമ്മളെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ജീവിതം ഒരു പടി കൂടി സ്റ്റാൻഡേർഡ് ഒരു പടി കൂടി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. യേശുവിലേക്ക് എത്തപ്പെടുവാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു ഗോവണിയാണ് പരിശുദ്ധ കന്യാമറിയം എന്നാണ് പറയപ്പെടുക. അപ്പോൾ നമുക്ക് ഈ വരുന്ന ആളുകളിലും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.